പശ്ചിമബംഗാളിലെ പൊതുവിദ്യാലയങ്ങളിൽ സംസ്ഥാന സർക്കാർ നടത്തിയ 25,000-ലേറെ തൊഴിൽ നിയമനങ്ങൾ കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കി. ഇതിൽ 23,000-ഓളം പേർ അധ്യാപകരാണ്. ഇവർ 4 ആഴ്ചയ്ക്കകം ശമ്പളം തിരികെ നൽകണം എന്നുള്ള കാര്യവും കോടതി അറിയിച്ചിട്ടുണ്ട്. നിയമനം അനധികൃതം എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കോടതിയുടെ നടപടി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇത്രയും അധികം നിയമനങ്ങൾ റദ്ദാക്കുക എന്നുള്ള നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുന്നു. അത് ഏത് പശ്ചാത്തലത്തിലാണ്? ഈ കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന സർക്കാർ എന്നും അറിയുന്നു. വിശദാംശങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിന് കനത്ത തിരിച്ചടിയാകുന്ന ഒരു ഉത്തരവാണ് കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 2016 നിയമനം ആണ് സുപ്രീം കോടതി അനധികൃതം നിയമവിരുദ്ധവുമാണ് എന്ന് കണ്ട് റദ്ദാക്കിയിരിക്കുന്നത്. 9 മുതൽ 12 വരെയുള്ള എല്ലാ നിയമനങ്ങളിലും ക്രമക്കേട് കണ്ടെത്തിയ കൽക്കട്ട ഹൈക്കോടതി CD ഗ്രൂപ്പുകളും അസാധുവാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ അടുത്ത 15 ദിവസത്തിന് അകം തന്നെ തുടർ നിയമനം സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ സർക്കാരിന് കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ നിയമിതരായി 25,753 പേർക്കാണ് ജോലി നഷ്ടമാകുന്നത്. ഇവരോട് പിൻവലിച്ച ശമ്പളം മുഴുവനായും 12% പലിശ സഹിതം തിരികെ നൽകാനുള്ള ഈ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട്. 4 ആഴ്ചയ്ക്കകം ഈ ശമ്പളം തിരികെ ഏൽപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അധ്യാപകരിൽ നിന്നും ഈ പണം ഈടാക്കാനായി ജില്ലാ മജിസ്ട്രേറ്റുമാരെയാണ് കൽക്കട്ട ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ബംഗാൾ സർക്കാരിന്റെ നീക്കം. കാരണം ബംഗാൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയമായ പരാജയം കൂടിയാണ്. മുൻ മന്ത്രി പാർത്ഥ ചാറ്റർജി ഒപ്പം തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ അകപ്പെട്ട നിലവിൽ ജയിലിൽ കഴിയുകയാണ്. ജസ്റ്റിസുമാരായ ദേബാൻഷു ബസക്, MD ഷബ്ബാർ റഷീദി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ തുടർ അന്വേഷണം നടത്തി നടപടിയെടുക്കാനും ഈ കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മമതാ സർക്കാരിന് കനത്ത തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടാവുന്നു. 25,000-ലേറെ തൊഴിൽ നിയമനങ്ങൾ കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിലേക്ക് പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.